ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വീണ്ടും ദൃശ്യം അവതരിച്ചിരിക്കുകയാണ്. അതെ, ലാലേട്ടന്റെ പുതിയ സിനിമയായിട്ട് തുടരും. അതിനെയാണ് ദൃശ്യമായിട്ട് കമ്പയർ ചെയ്തത്. കാരണം വേറെ ഒന്നല്ല, 2013 ദൃശ്യം ഡിസംബർ 19 റിലീസ് ചെയ്യുമ്പോൾ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കവിത തിയേറ്ററിൽ വലിയ റഷ് ഒന്നുമില്ല. പക്ഷെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആ സിനിമ നേടിയ പബ്ലിസിറ്റി കൊണ്ട് എന്റെ വർക്ക് വരെ അന്ന് ഹാമ്പേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ വീണ്ടും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഒരു ലാലേട്ടന്റെ ഒരു സിനിമ ഹിറ്റിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ ഹിറ്റിലോട്ട് കടന്നുകൊണ്ടിരിക്കുക. അതാണ് തുടരും. ഞാൻ സാധാരണ എന്റെ വൈഫ് പറയാറുണ്ട്, എല്ലാ ലാലേട്ടൻ സിനിമകളും ആൾമോസ്റ്റ് ഫസ്റ്റ് ഡേ പോയി കാണുന്ന ഒരു ആള് തന്നെയാണ് ഞാൻ. പക്ഷെ ഇന്ന് കാണാൻ പോയത് സെക്കൻഡ് ഡേ ആയിരുന്നു. പക്ഷെ അതിന്റെ ഡിഫറൻസ് ഞാൻ കണ്ടു. ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്നതിലും മുംബൈയിൽ തന്നെ ആളുകളുടെ ഒക്യുപ്പൻസി കൂടിയിട്ടുണ്ട്. അപ്പൊ ആ സിനിമ എത്രത്തോളം ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടർ ലാലേട്ടനെ ശരിക്കും ഉപയോഗിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പഴയ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ആക്ട് ചെയ്യുന്ന അതേ ലാലേട്ടനെ നമുക്ക് ശരിക്കും കിട്ടിയ ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഇത്. മസ്റ്റ് വാച്ച്, കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപോലെ പോയി കാണാൻ പറ്റുന്ന ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് തുടരും. ശരിക്കും നമ്മുടെ മനസ്സിനെ ഇരുത്തുന്ന എന്ന് പറയേണ്ട ഇമോഷനും, ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആക്ഷനും, കോമഡി ഇഷ്ടപ്പെടുന്നത് കോമഡിയും എല്ലാം കൂടെ ചേർന്ന ഒരു ഫാമിലി എന്റർടൈൻമെന്റ് തന്നെയാണ് തുടരും എന്ന് പറയുന്ന സിനിമ. അതിൽ ഇപ്പൊ ലാലേട്ടന്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ ലാലേട്ടൻ എവിടെയൊക്കെയോ നമുക്ക് മിസ്സായ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയത് തന്നെ പറയാൻ തുടരും. ദൃശ്യത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്ന അതേ ലാലേട്ടൻ, ആ ലാലേട്ടനെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതേപോലെ ഒരു ദൃശ്യത്തിൽ മീന ലാലേട്ടൻ കോംബോ ആണെങ്കിൽ അതിനുശേഷം വന്ന മുന്തിരിവള്ളിയിൽ തിളക്കുമ്പോഴൊക്കെ മീന ലാലേട്ടൻ കോമ്പിനേഷൻ ആണെങ്കിൽ വീണ്ടും നമുക്കൊരു ശോഭന ലാലേട്ടൻ കോമ്പിനേഷനെ വീണ്ടും തിരിച്ചു കിട്ടി. അതായത് തേന്മാവിൻ കൊമ്പത്തിലും ഒക്കെ ഉണ്ടായിരുന്ന അതേ ശോഭന ലാലേട്ടൻ കോമ്പിനേഷൻ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്ന ഒരു സിനിമ കൂടെ തന്നെയാണ് ഇത്. സത്യത്തിൽ എന്താ പറയുക, എന്റെ മനസ്സിനെ ശരിക്കും പിടിച്ചിരുത്തി ശരിക്കും ഒരു സന്തോഷം നൽകി. എന്ന് പറഞ്ഞാൽ ഇമോഷൻ വേണ്ടടുത്ത് ഇമോഷനും അതേപോലെ കോമഡി വേണ്ടടുത്ത് കോമഡി. ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ഒരു ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ആ സിനിമയുടെ ഇതും എല്ലാം നമുക്ക് എന്താ പറയണ്ട, ഒരു വീണ്ടും ഒരു ദൃശ്യം മോഡൽ സിനിമ. ദൃശ്യം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അതേപോലൊരു സിനിമ കണ്ട് ഇറങ്ങിയതിന്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ദൃശ്യം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ദൃശ്യം വേറൊരു ജോണർ ആണെങ്കിൽ ഇത് അതിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണർ തന്നെയാണ് കേട്ടോ. പക്ഷെ ആ ദൃശ്യത്തിന്റെ എന്തായിരുന്നു ട്രെൻഡ്, ആ ട്രെൻഡിനെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എമ്പുരാൻ കണ്ടതാണ് ഞാൻ. എമ്പുരാനില് പൃഥ്വിരാജ് ലാലേട്ടൻ ഒരു ഫുള്ളി ഒരു മാസ് ഹീറോ ആക്കിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതില് ഫുള്ളി കംപ്ലീറ്റ് ആക്ടറാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ കൈയും കാലും അദ്ദേഹത്തിന്റെ കണ്ണും ചെവിയും എല്ലാം അഭിനയിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് മിസ്സായ ഒരു ലാലേട്ടൻ. ആ ലാലേട്ടനെ നമുക്ക് തിരിച്ചു തന്ന ഒരു മൂവി തന്നെയാണ് ഇത്. ദൃശ്യത്തിലൊക്കെ നമ്മൾ കണ്ടു മറന്ന അതേ ലാലേട്ടനെ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കും. തന്മാത്രയിലെ ദൃശ്യത്തിലൊക്കെ കൂടെ നമുക്ക് കണ്ടു മറന്ന അതേ ലാലേട്ടനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതേപോലെ ഈ സിനിമയുടെ ഗ്രാഫിക്സ് എന്ന് പറയുന്ന വിഷ്വൽ, ഇത് ഒരു രക്ഷയില്ലാത്ത വിഷ്വലുകൾ തന്നെയാണ് കേട്ടോ. ചെറിയ VFX ഒക്കെ ഉണ്ടെങ്കിൽ ആ VFX ഒക്കെ വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. അതേപോലെ ഓരോരോ ഷോട്ടുകളും എടുത്തിരിക്കുന്നതിന്റെ ആ പെർഫെക്ഷൻ വളരെ മനോഹരം തന്നെയാണ് കേട്ടോ. ഇത്രയും നന്നായിട്ട് ലാലേട്ടൻ ഒരു മൗത്ത് പബ്ലിസിറ്റിയോടെ വീണ്ടും ലാലേട്ടന്റെ ഒരു സിനിമ ഇത്രത്തോളം ഹിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും ഹിറ്റായിരിക്കും ഈ സിനിമ മിക്കവാറും സംഭവിക്കാൻ പോണത്. ബോക്സ് ഓഫീസിനെ ഒരു ഇടിലം കൊള്ളിക്കാവുന്ന ഒരു മൂവി തന്നെയാണ് ഈ വന്നിരിക്കുന്നത് തുടരും. ലാലേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഹാഫില് പുള്ളി നമ്മളെ ചിരിപ്പിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇമോഷണലും ആക്ഷനും ഒക്കെ കൊണ്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുകയാണ് കേട്ടോ ശരിക്കും പുള്ളി ചെയ്യുന്നത്. ഇമോഷണലി നമ്മളെ കണക്ട് ആവുന്നത്, എന്നാൽ ഒരു ക്യാരക്ടറുമായിട്ട് നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് ഇമോഷണലി കണക്ട് ആക്കാറുണ്ടോ ലാലേട്ടൻ, ആ ഇതിലോട്ട് തന്നെ നമ്മളെ വീണ്ടും എത്തിക്കുന്ന ഒരു മൂവി തന്നെയാണ് തുടരുക. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പിന്നെ എനിക്കൊരു സംശയം എന്താ വെച്ചാൽ ഈ സിനിമ ഇനി അജയ് ദേവ്ഗൺ അടിച്ചു മാറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ദൃശ്യം അദ്ദേഹം അടിച്ചു മാറ്റി ഇൻഡസ്ട്രി ഹിറ്റ്സുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സിനിമയാണ് ദൃശ്യം. ദൃശ്യം 1ഉം ദൃശ്യം 2ഉം. ഇപ്പം ദൃശ്യം 3 വരുന്നെന്നും പറഞ്ഞാൽ അദ്ദേഹം അതിനു മുമ്പ് ദൃശ്യം 3 ഇറക്കാനുള്ള തത്രപ്പാടിലാണ്. പക്ഷെ അതിനു മുമ്പ് ഈ സിനിമ കണ്ടിനി അദ്ദേഹം ദൃശ്യം 3 ഉപേക്ഷിച്ച് തുടരുമിനെ റീമേക്ക് ആയിട്ട് എടുക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അത്രത്തോളം വളരെ ബെസ്റ്റ് ഒരു മൂവി തന്നെയാണ്. ഇപ്പൊ ബോളിവുഡിന് കുറെ സിനിമകൾ മലയാളത്തിൽ നിന്നും ഒക്കെ റീമേക്ക് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. ഇപ്പൊ മിക്കവാറും ഈ തുടരും ബോളിവുഡിലോട്ടൊരു റീമേക്കിന് നല്ലൊരു സാധ്യതയുള്ള സിനിമ കൂടെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി തിയേറ്ററിൽ കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ തുടരുമിനെ പറ്റിയുള്ള അഭിപ്രായം ഇവിടെ നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണണം കേട്ടോ ഈ സിനിമ. അതേപോലെ ഒരു കാര്യം പറയാൻ മറന്നു, തരുൺ മൂർത്തി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ലാലേട്ടന്റെ സീപ്പർ സെല്ലുകളെ ഉണർത്തുന്ന ഒരു സിനിമയാണെന്ന്. അതെ, ആ വാക്കുകൾ
അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഈ തുടരും. ലാലേട്ടന്റെ സ്ലീപ്പർ സെല്ലുകൾ, ലാലേട്ടൻ ഫാൻസിൽ സ്ലീപ്പർ സെല്ലായിട്ട് കിടന്നിരുന്ന ആൾക്കാരെ എല്ലാം വീണ്ടും വിളിച്ചുണർത്തുന്ന ഒരു സിനിമ കൂടിയാണ് തുടരും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നേരത്തെ കേട്ട് കാണും. അതേപോലെ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.